ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഹണി ബട്ടർ ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. വളരെ ഡെലീഷ്യസാണ്, ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കി കൊടുത്താൽ പ്ലേറ്റ് ഒരു കാലിയാക്കി വേഗം തരും. പിന്നെ ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാം. ഇതാ എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ, ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ഫുഡിൻ്റെ ആളാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇതിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നണത് കേട്ടോ. വളരെ ഡെലീഷ്യസ് ആണെന്നാണ് പറയുന്നത്. ഇത് പ്ലേറ്റ് ഇപ്പോൾ തന്നെ കാലിയാക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കനാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. തീരെ ചെറിയ കഷ്ണങ്ങളും അല്ല, വലുതും അല്ല. എന്നിട്ട് ഇത് ഒരു 500 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ ഞാൻ ഈ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ചിക്കൻ പീസിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മൾക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഒപ്പിക്കളയാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പാണ് ആദ്യം ചേർക്കുന്നത്. ചിക്കന് വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ ചേർക്കാം. കുറച്ച് തരിയോടുകൂടിയ കുരുമുളക് പൊടിയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ പൊട്ടാറ്റോ സ്റ്റാർച്ച് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഏതെങ്കിലും ഒന്ന് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുക. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചുകൂടി വലിയ പാത്രത്തിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുക, അതായിരിക്കും കൂടുതൽ സൗകര്യം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ പീസസിലൊക്കെ ഈ കോട്ടിങ് നന്നായിട്ട് വരത്തക്ക വിധം മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ വേണമെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഇട്ട് മുരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ ഈ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. മീഡിയം ഹീറ്റിൽ വേണം ഈ സമയത്ത് ഫ്രൈ ചെയ്യാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ടാണ് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് ഏകദേശം ഒരു സൈഡ് മുരിയുമ്പോഴേക്കും മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. ഇത് മറിച്ചിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ പീസസ് ഒന്നും വേകില്ല, പെട്ടെന്ന് ഇത് മുരിഞ്ഞ് പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ടൈം എടുത്ത് നല്ലപോലെ മുരിച്ചെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് എടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നമുക്കിത് സ്റ്റാർട്ടറായിട്ടും എന്തെങ്കിലും ചെറിയ ഫങ്ഷനൊക്കെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. ഏകദേശം ബട്ടർ പകുതി മെൽറ്റായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വളരെ പൊടിയായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടർ മെൽറ്റാണതിൻ്റെ ഒപ്പം ഈ ഗാർലിക്കും കൂടി നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് ചൂടാവും. അപ്പോൾ ബട്ടറും എല്ലാം മെൽറ്റായി കഴിയുമ്പോഴേക്കും ഗാർലിക്ക് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ചൂടായി നല്ല മണം വരും. ബട്ടറിൽ കിടന്ന്
ഗാർലിക്ക് മൊരിയണ്ട, ഒന്ന് സോട്ടായാലും മതി. അപ്പോൾ നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സോയാ സോസും ബട്ടറും ഈ ഗാർലിക്കും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇതിനകത്ത് മെൽറ്റായി നന്നായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോയാ സോസും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഹണി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹണിയും പഞ്ചസാര മെൽറ്റായതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ്റ്റഡ് വെളുത്ത എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കണ്ട. ഇടയ്ക്ക് എള്ള് കടിക്കുന്നത് നല്ലൊരു ഫീലാണ്. പിന്നെ എള്ള് വളരെ ഗുണമുള്ളൊരു സാധനമാണ്. കുറച്ച് വളരെയധികം കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉള്ളിൽ ചെന്നാൽ നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സോസ് ചിക്കൻ പീസസിൽ നന്നായിട്ട് കോട്ടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മറിച്ചിട്ട് ഈ സോസെല്ലാം ചിക്കൻ പീസസിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം സ്പൂൺ കൊണ്ട് മറിച്ചിട്ട് കോട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ക്രിസ്പിയും ഡെലീഷ്യസുമായിട്ടുള്ള ഹണി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചെറിയ ഫങ്ഷനൊക്കെ ഇത് സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.